ഇസ്ലാമിൻ തേജസാണവർ. തിരുദൂതരുടെ ഖലീഫമാർ എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ഇന്ന് 3-ാം എപ്പിസോഡിൽ നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം ആശ്ലേഷവും അദ്ദേഹത്തിൻ്റെ പ്രാഥമിക ഇസ്ലാമിക പ്രവർത്തനങ്ങളും വിലയിരുത്താൻ പോവുകയാണ്. എങ്ങനെയൊക്കെയാണ് ആ വിഷയത്തെ നമ്മൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു ചരിത്ര ശകലം നമുക്ക് ഗ്രന്ഥങ്ങളിലൊക്കെ വായിക്കാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറയാണ്, സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ, അതുപോലെ തന്നെ ഉമയ്യത്ത് ഇബ്നു അബി സൽത്ത് എന്നീ 2 വ്യക്തികൾ അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കഅബയുടെ ചാരത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ 2 പേരും പല വിഷയങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ നബി എന്നുള്ളൊരു വാചകം കേൾക്കുന്നുണ്ട്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, വലം അകുൻ സമിഅതു ഖബ്ല ദാലിക ബി നബിയ്യിൻ, അതിനു മുമ്പ് പ്രവാചകർ നബി എന്നുള്ളൊരു പദം എന്താണ് കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കേട്ടിട്ടില്ല, ഒന്നും അറിയില്ല. എന്ന് മാത്രമല്ല ഈ സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈലിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ബിംബാരാധനകളോട് ശക്തമായ വിയോജിപ്പുള്ള എന്ന് മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു പൊതുവെ സീറ ഗ്രന്ഥങ്ങളിലൊക്കെ ഹനീഫ് ഹുനഫ എന്നൊക്കെയാണ് പിന്നെ സീറ ഗ്രന്ഥങ്ങളിൽ അവരെ കുറിച്ച് പറയുന്നത്. അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചര്യ അതേപോലെ പിന്തുടരുന്നവർ. ഇന്ന ഇബ്രാഹിം കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ എന്ന് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കല്ലോ. അതായിരുന്നു സെയ്ദ് ഇബ്നു അംർ അൻ-നുഫൈലി എന്നാണ് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒരു ചായ്വ് അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം ബിംബാരാധനകൾ ചെയ്തിട്ടില്ല. സമൂഹത്തിൽ അന്ന് നിലവിലുള്ള മോശം പ്രവർത്തനങ്ങൾ എന്താണോ അവയിലൊന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഒട്ടും താല്പര്യം ഉണ്ടായിട്ടില്ല. ഹദീസുണ്ട്, ഖിയാറുക്കും ഫിൽ ജാഹിലിയ്യത്തി ഖിയാറുക്കും ഫിൽ ഇസ്ലാം. അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ആയതിനു ശേഷം ഒരുപാട് നല്ല വ്യക്തിയായിരുന്നു, സൽഗുണ സമ്പന്നനായിരുന്നു. ചുരുക്കത്തിൽ ഇപ്പോൾ സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈലും ഉമയ്യത്ത് ഇബ്നു അബൂ സൽത്തും തമ്മിലുള്ള ചർച്ചയാണ്. വന്നിട്ട് ചോദിക്കുന്നത് കിട്ടിയോന്നാണ്, ആളെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ എന്നാണ്. അപ്പൊ ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരുന്നിട്ട് കേൾക്കുകയാണ്, എന്തോ ഒരു പുതിയ വിവരത്തെക്കുറിച്ച് പുതിയ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നു എന്നുള്ള ഒരു താല്പര്യം അന്ന് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലും ഉണ്ടാവുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അതെ, അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇത് കേട്ടയുടനെ നേരെ പോകുന്നത് വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുത്തേക്കാണ്. വറഖത്ത് ഇബ്നു നൗഫൽ എല്ലാവർക്കും നമുക്കൊക്കെ അറിയാവുന്നതാണ്, ചരിത്രം നിരന്തരമായിട്ട് കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് ലഭിച്ച ഉടനെ ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഖദീജ റളിയല്ലാഹു തആല അൻഹ കൊണ്ടുപോയത് വറഖത്ത് ഇബ്നു നൗഫലിനെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരും ഹനീഫ് ഹുനഫ അവരിൽപ്പെട്ടതായിരുന്നു, അഥവാ പണ്ഡിതനും കൂടിയായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാത അതുപോലെ പിന്തുടരുന്നവരായിരുന്നു. അങ്ങനെ അവരുടെ അടുത്ത് വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനൊരു ഞങ്ങൾക്ക് ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം, ഇങ്ങനൊരു പ്രവാചകനെ വരാനുണ്ട്, അതുപോലെ തന്നെ അവരെ ഏറ്റവും നല്ല തറവാടിലായിരിക്കും, അറബികളിൽ നിന്നായിരിക്കും, അവരിലെ മികച്ച തറവാട്ടിൽ നിന്നായിരിക്കും. അപ്പോൾ അപ്പോഴേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് പ്രവാചകരെ കുറിച്ചൊരു സ്പാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷണിച്ച ഉടനെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് യാതൊരു മടിയും ഇല്ലാതിരുന്നത്. സീറത്ത് ഇബ്നു ഹിശാമിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, താങ്കൾ ഇങ്ങനെ ആ കാലഘട്ടത്തിൽ ആരാധിച്ചിരുന്ന ആലിഹത്തിനെയൊക്കെ ബിംബങ്ങളെയൊക്കെ തള്ളിക്കളയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തു, ബല ഇന്നി റസൂലുള്ളാഹി വ നബിയ്യുഹു, അതെ ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. എന്നിട്ട് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. ബഅസനി ലിഉബല്ലിഗ റിസാലതഹു, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സന്ദേശം നിങ്ങൾക്ക് അറിയിച്ചു തരാനായിട്ട് അള്ളാഹു എന്നെ ഏൽപ്പിച്ചതാണ്, അള്ളാഹുവിലേക്ക് ഞാൻ താങ്കളെ ക്ഷണിക്കുകയാണ്. അങ്ങനെ സുദീർഘമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്ത ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുകയാണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ ആരൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ അവരൊക്കെ ഒരു സംശയം, അതായത് ഒന്ന് ആലോചിക്കട്ടെ, ലെറ്റ് മീ തിങ്ക് എന്നുള്ള ഒരു കാഴ്ചപ്പാട് സ്വാഭാവികമാണ്. മാ ദഅഉതു അഹദൻ ഇലൽ ഇസ്ലാം ഇല്ലാ കാനത് ഇൻദഹു കബുവത്തുൻ വ തറദ്ദുദുൻ വ നളറുൻ. അത് ഒരു സംശയം, ഇത് സ്വീകരിക്കണ്ടേ? അങ്ങനെ പിന്നെ ഒന്നുകൂടി കുറച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നവരാണ് അവരൊന്നും കൂടി കൺവിൻസ്ഡ് ആവുന്നത്. ഇത് ബിലീഫാണല്ലോ, അഖീദയാണ്. സ്വാഭാവികമായിട്ടും ഇമ്പോർട്ടന്റ് മാറ്റർ ആണ് ഒരാളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം, ലൈഫിന്റെ ഫിലോസഫിയായി മാറുകയല്ലേ, സ്വാഭാവികമായിട്ടും ആലോചിക്കണം എന്ന് പറയാണ്. തീർച്ചയായിട്ടും അത് ആധുനിക പണ്ഡിതന്മാരാവട്ടെ അല്ലെങ്കിൽ പഴയകാല പണ്ഡിതന്മാരാവട്ടെ അവരൊക്കെ പറയുന്നുണ്ട്,
ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും അഖ്തറായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഡിസിസീവ് ആയിട്ടുള്ളത് ഞാൻ ഏത് ഇസം സ്വീകരിക്കണം എന്നുള്ളതാണ്. ആ ഇസം സ്വീകരിക്കുന്നതിലൂടെയാണ്, ആ ഒരു വിശ്വാസം സ്വീകരിക്കുന്നതിലൂടെയാണ് അവൻ്റെ ഭൗതികമായിട്ടുള്ളതും പാരിത്രികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു തീരുമാനമാണ് അവൻ ഏത് മതം വിശ്വസിക്കണം എന്നുള്ളത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് പറയുന്ന സന്ദർഭത്തിൽ ആർക്കാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കും. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അങ്ങനെ ഒരു സെക്കൻഡ് തോട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ നല്ല വ്യക്തിയായിരുന്നു. പിന്നെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും, ഒരിക്കൽ പോലും ബിംബത്തെ ആരാധിച്ചിട്ടില്ല. അതുപോലെ പ്രവാചകരെ മുമ്പേ പരിചയമുണ്ട്, പ്രവാചകരെ കുറിച്ച് അറിയുകയും ചെയ്യാം. വിളിക്കപ്പെടുന്ന ആശയത്തെ കുറിച്ചുള്ള ധാരണ മുമ്പേ ഉണ്ട്, വിളിക്കുന്ന ആളെ കുറിച്ച് വ്യക്തി പരിചയമുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വീണ്ടും ഒന്ന് ചിന്തിക്കേണ്ട, രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ച ഉടനെ മറ്റൊന്നും ആലോചിക്കാതെ, ഒരു സെക്കൻഡ് തോട്ട് ഇല്ലാതെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഇത്ര മഹത്വം കൈവരിച്ചതും. പല പണ്ഡിതന്മാരും പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും നല്ല വ്യക്തിത്വം നുബുവത്താണല്ലോ ഏറ്റവും വലിയ മർത്തബ. അത് പിന്നെ ഒരു ചർച്ച തന്നെയല്ല. പ്രവാചകന്മാർ കഴിഞ്ഞുള്ള മനുഷ്യരിൽ ഒന്നാമൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. അത് പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന് തനിക്ക് ലഭിച്ച ആ ഒരു ദിവ്യപ്രകാശം അത് മറ്റുള്ളവർക്ക് കൊടുക്കാനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിരന്തരമായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രവർത്തനം മുഖേനയാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു, തൽഹ റളിയല്ലാഹു തആല അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബി വഖാസ്, ഇവരൊക്കെ അശറ മുബശ്ശറയിൽപ്പെട്ട വലിയ ഒരു വിഭാഗം ഇസ്ലാമിലേക്ക് വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനത്തിന്റെ ഫലമായിട്ടാണ്. കാരണം ഇവരൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലെജൻഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ ഒരു കാറ്റഗറിയുള്ള ആൾക്കാരാണ്. ഇവരാണ് ഇസ്ലാമിന്റെ എല്ലാമായി തീർന്നത്. ഇവരെയൊക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചതും അതിനൊക്കെ മുൻകൈ എടുത്തതുമാരാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ശരിക്ക് ഇവിടെ നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോ അത് മനുഷ്യനോടുള്ള ഒരു ഇഷ്ടത്തിന്റെ റിഫ്ലക്ഷൻ ആണല്ലോ. ഇപ്പൊ നമ്മളാരും ഒരാളെ ഇസ്ലാമിലേക്ക് ചേർക്കുക എന്ന് പറഞ്ഞാൽ ഒരു വോട്ട് കൂട്ടാനോ അല്ലെങ്കിൽ നമ്മളുടെ പാകത്ത് ഒരാളുണ്ടാവാനോ അല്ലല്ലോ. നമ്മൾ അവനോടുള്ള അദമ്യമായ ഇഷ്ടം കൊണ്ട് ഞാൻ പോകുന്ന സ്വർഗത്തിലേക്ക് ഞാൻ ഈ ഭൂമിയിൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു കൂട്ടുകാരനും വരണം എന്ന് ആഗ്രഹിക്കലാണല്ലോ ദഅവത്ത് എന്ന് പറയുന്നത്. സ്വാഭാവികമായി അബൂബക്കർ സിദ്ദീഖ് ലോല മനസ്സുള്ള ഒരാളും ആളുകളെ ഇങ്ങനെ പച്ചയായി ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാൾ, സ്വാഭാവികമായും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇങ്ങോട്ട് കടന്ന് വരുന്നതും സ്വാഭാവികം തന്നെയാണ്. അതെ, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന് നൽകിയ വലിയൊരു സംഭാവനയാണ്. പിന്നെ അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രവർത്തനം മുഖേന അവരുടെ സമ്പത്ത് ചെലവഴിച്ച് ഒരുപാട് അടിമകളെ മോചിപ്പിക്കാനും അവരെയൊക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്ന ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഉമയ്യത്ത് ബിൻ ഖലഫ് അവരുടെ അടിമയായിരുന്നു. ചില ഗ്രന്ഥങ്ങളിൽ അബൂജഹലിന്റെ അടിമയായിരുന്നു എന്നുണ്ട്. ഇത് പറയുന്നത് ഒരാൾക്ക് രണ്ടുപേർ ഉടമ ഉണ്ടാവാം, അങ്ങനെ ഉണ്ടാവാം. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു തന്റെ യജമാനായിരുന്ന ഉമയ്യത്ത് ബിൻ ഖലഫ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു വലിയൊരു സമ്പത്ത് നൽകിയിട്ടാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ മോചിപ്പിക്കുന്നത്. അതൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് വലിയൊരു മനസ്സാണ്. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആമിർ ഇബ്നു ഫുഹൈറ മോചിപ്പിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഇസ്ലാമിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു പരുവത്തിലേക്ക് അവരെ മാറ്റിയെടുക്കുകയും ചെയ്തു. കാരണം ആമിർ ഇബ്നു ഫുഹൈറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയിലായിരിക്കുന്ന സന്ദർഭത്തിൽ, ഗാർ സൗറിലായിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് പാല് കൊണ്ടുപോയി കൊടുത്തിരുന്നത്. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ എല്ലാ വാർത്തയും അവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അബ്ദുല്ലാഹ് ഇബ്നു അബീ ബക്കർ അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്ന കാൽപാദങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവര് ആടിനായിട്ട് പോയിട്ട് ആ കാൽപ്പാടുകൾ മായ്ച്ചു കളയുന്ന, അതായത് ശത്രുക്കൾക്ക് സംശയം തോന്നാൻ സാധ്യതയുള്ള ലളിതമായ ഒരു കാര്യമാണെങ്കിൽ പോലും അതുപോലും അവർ
ഇല്ലാതാക്കി തെളിവുകൾ പൂർണ്ണമായി നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള ആ വലിയൊരു ഉത്തരവാദിത്വം, അത്രയും വലിയൊരു ക്രുഷ്യൽ സമയത്തുള്ള വലിയൊരു ഉത്തരവാദിത്വം നിർവഹിച്ചത് ആരാണ്? ഒരു അടിമയായിരുന്ന ആമിർ ഇബ്നു ഫുഹൈറയാണ്. അവരെ മോചിപ്പിച്ചത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. ഇങ്ങനെ സിന്നീറ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ സ്വന്തം പണം നൽകി മോചിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, അടിമ മോചനത്തെക്കുറിച്ച് ഒരുപാട് സൂക്തങ്ങളുണ്ട്. ഈ സൂക്തങ്ങളൊക്കെ അവതരിക്കുന്നതിന് മുമ്പാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇത് ചെയ്തത്. അതായത് അടിമകളെ മോചിപ്പിക്കുന്നതിന്റെ, അതായത് പ്രായശ്ചിത്തമായിട്ട് കുറെ കാര്യങ്ങളിൽ അടിമമോചനം പറയുന്നുണ്ട്. അതുപോലെ അടിമകളെ മോചിപ്പിച്ചതിന്റെ മഹത്വം ഹദീസുകളിൽ പറയുന്നുണ്ട്. ഇതൊന്നും വരുന്നതിന് മുമ്പ് തന്നെ ഉള്ളിലെ ഒരു മാനവികത കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വാഭാവികമായിട്ട് ഒരു നന്മയായിട്ട് ഇത് ഏറ്റെടുത്ത് ചെയ്യാണ്. അല്ലാതെ പ്രതിഫലത്തിൽ പ്രതീക്ഷിച്ചിട്ടോ ഒന്നുമല്ല. അതിന്റെ അപ്പുറത്ത് തന്നെ വലിയൊരു പോയിന്റാണ് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് അടിമകൾ ഇങ്ങനെ മോചിപ്പിക്കുന്ന സന്ദർഭത്തിൽ അബൂ ഖുഹാഫ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവായിരുന്ന അബൂ ഖുഹാഫ, അവർ ചോദിക്കുന്നുണ്ട്, ഏതായാലും നിങ്ങൾ ഒരുപാട് അടിമകൾ മോചിപ്പിക്കുകയാണ്, അങ്ങനെ മോചിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഏതായാലും മോചിപ്പിക്കുകയാണെങ്കിൽ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള, താങ്കളെ ഏതെങ്കിലും അർത്ഥത്തിൽ സഹായിക്കാൻ കപ്പാസിറ്റി ഉള്ള അവര് നിങ്ങൾക്ക് മോചിപ്പിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഫോക്കസ് പാവങ്ങളായിരുന്നു, അടിമകളിൽ തന്നെ പാവങ്ങളായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതിന് കൊടുത്ത മറുപടി, ഞാൻ ഇവരൊക്കെ മോചിപ്പിക്കുന്നത് എൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഇവരെ മോചിപ്പിക്കുന്നത് എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മറുപടി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഫഅമ്മാ മൻ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന എന്ന സൂക്തം അവിടെ അവതീർണമാകുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ ഒരു അടിമ മോചനത്തെ പരാമർശിച്ചുകൊണ്ടാണ്, അതിനെ പുകഴ്ത്തിക്കൊണ്ടാണ് ഈ ഒരു സൂക്തം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് തന്നെ വലിയൊരു ചരിത്രമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. മാത്രവുമല്ല, ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആൾക്കാരെ മോചിപ്പിക്കാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായി എന്നാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇത്രയും പറഞ്ഞ് നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.